നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വീഡിയോ എടുത്ത് സ്വന്തം ചാനൽ ഇടുകയും വേണം. എന്നാൽ കോപ്പറേറ്റ് സ്ട്രൈക്ക് കിട്ടാനും പാടില്ലെന്നുണ്ട്. ഫെയർ യൂസ് എന്താണ്, ഇതെങ്ങനെ വർക്ക് ആവുക എന്നൊക്കെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഫെയർ യൂസിനെ കുറിച്ച് യൂട്യൂബ് പറയുന്ന 7 കാര്യങ്ങളാണ് ഞാനെന്ന് പറയുന്നത്. ഇതിലെല്ലാം പറയും ഫെയർ യൂസ് എന്നാൽ എന്തൊക്കെ ചെയ്താൽ ഫെയർ യൂസായി കണക്കാക്കും, ഇനി എന്തൊക്കെ ചെയ്താൽ കണക്കാക്കില്ല, സ്ട്രൈക്ക് കിട്ടുന്നത് എങ്ങനെ, ആൻഡ് സ്ട്രൈക്ക് കിട്ടിയാൽ എങ്ങനെ മാറ്റാം എന്നതുൾപ്പെടെ ഫെയർ യൂസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒറ്റ വീഡിയോ കിട്ടും. സോ എന്താണ് ഫെയർ യൂസ്? കോപ്പറേറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അതിന്റെ ഓണറിന്റെ അനുവാദം ഇല്ലാതെയും കോപ്പറേറ്റ് സ്ട്രൈക്ക് കിട്ടാതെയും ഉപയോഗിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പോളിസിയാണ് ഫെയർ യൂസ്. ഈ മെറ്റീരിയൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് ഈ വീഡിയോസ്, ഫോട്ടോസ്, മ്യൂസിക് പോലുള്ള കുറേ കാര്യങ്ങൾ വിടും. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മെറ്റീരിയൽ എന്ന് പറയേണ്ടടുത്തല്ല ഞാൻ വീഡിയോസ് എന്ന് പറഞ്ഞ് കാര്യം പറയാം. ഫെയർ യൂസിന് എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഷോർട്സ് കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആണ്, ആൻഡ് ഇതിന്റെ ഓണർ ഞാനാണ്. സോ നിങ്ങൾ ഇതിനെ ചുമ്മാ ഡൗൺലോഡ് ചെയ്ത് സ്വന്തം ചാനൽ ഇട്ടാൽ അതിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരാൻ എന്നെ കൊണ്ട് പറ്റും. ഇനി ഞാൻ അങ്ങനെ തന്നാൽ നിങ്ങൾക്ക് ആ സ്ട്രൈക്ക് വാങ്ങിക്കുക എന്നതല്ലാതെ വേറെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആ സ്ട്രൈക്ക് റിമൂവ് ആക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. എന്നാൽ നിങ്ങൾ അതേ ഷോർട്സിനെ ഫെയർ യൂസ് പെടുന്ന പോലാണ് ഉണ്ടാക്കിയതെങ്കിൽ എന്നെ കൊണ്ട് അതിന് സ്ട്രൈക്ക് തരാൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് ആ സ്ട്രൈക്ക് റിമൂവ് ചെയ്യാനും പറ്റും. നീ അല്ലേ പറഞ്ഞ സ്ട്രൈക്ക് കിട്ടാതെ ഉപയോഗിക്കാന്ന്, പിന്നെന്താ സ്ട്രൈക്ക് കിട്ടുമ്പോൾ റിമൂവ് ചെയ്യാൻ പറഞ്ഞേ? നോക്ക്, ഞാൻ മനസ്സിലാവുന്നല്ലോ പറയാം. ഞാൻ ഈ ഷോർട്സിനെ സതീശൻ ആദ്യം ഡൗൺലോഡ് ചെയ്തു, എന്നിട്ട് ഫെയർ യൂസ് വരുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് അവന്റെ ചാനലിൽ അപ്ലോഡ് ഇട്ടു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നേ ഉള്ളൂ, സതീശന്റെ വീഡിയോ എങ്ങനെ നോക്കിയാലും ഫെയർ യൂസ് പെടുന്നതാണ്. ഇത്രയും മനസ്സിലായോ? മനസ്സിലായി. എന്നാക്കി കരയാൻ റെഡി ആയിക്കോ. കാരണം ഇവിടെ അവൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്റെ ചാനലിൽ ഈ ഭാഗത്ത് നോട്ടിഫിക്കേഷൻ വരും. അതായത് ഇന്നാളെന്റെ ഇന്ന വീഡിയോ ഇന്ന ടൈറ്റിൽ ഇട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പറ്റും. സോ ഇങ്ങനെ വരുമ്പോൾ ഞാൻ സതീശൻ ഇട്ട വീഡിയോ റിമൂവ് ചെയ്യാൻ യൂട്യൂബിനോട് പറഞ്ഞ് എന്റെ ഒറിജിനൽ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കും. ഇവിടെ സതീശൻ എന്റെ ഷോർട്സ് ഫെയർ യൂസ് പെടുന്ന രീതിയിലാണെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് തന്നെ യൂട്യൂബ് സതീശന്റെ ഷോർട്സ് ഡിലീറ്റ് ചെയ്ത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കും. ഇങ്ങനെയാണ് എല്ലാവർക്കും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുന്നത്. എന്നാൽ ഇത്രയും വെച്ച് രണ്ടാമത്തെ കാര്യം പറയാം. നിങ്ങൾ ആരുടെ വീഡിയോ എടുത്ത് ഉപയോഗിച്ചാലും അതിന് സ്ട്രൈക്ക് തരുന്നത് യൂട്യൂബ് അല്ല, നിങ്ങൾ ഉപയോഗിച്ച വീഡിയോയുടെ ഓണറാണ്. എന്ന് വെച്ചാൽ ഞാനിവിടെ സതീശൻ സ്ട്രൈക്ക് കൊടുത്തില്ലായിരുന്നെങ്കിൽ യൂട്യൂബ് അവന്റെ വീഡിയോ മൈൻഡ് പോലും ചെയ്യില്ലായിരുന്നു. അതായത് അവന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഒരു വീഡിയോ ഫെയർ യൂസ് പെടുമോ ഇല്ലെന്ന് തീരുമാനിക്കുന്നതും യൂട്യൂബ് അല്ല, കോടതിയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് അവസാനം മനസ്സിലാവുന്ന പോലെ പറയാം. സോ എന്തൊക്കെ ചെയ്താലാണ് യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ ഫെയർ യൂസ് ആണെന്ന് പറയുന്നതെന്ന് പറയാം. ഒരു വീഡിയോ ഫെയർ യൂസ് ആയി കണക്കാക്കാൻ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ആ ഒറിജിനൽ വീഡിയോയിൽ എന്തെങ്കിലും ക്രിയേറ്റീവായി ചേർത്ത് ഒരു പുതിയ ഐറ്റം ആക്കി മാറ്റണം. അതായത് പുതിയൊരു വീഡിയോ ആക്കി മാറ്റണം. എന്നാൽ ഞാൻ ഈ ഷോർട്സിനെ ഡൗൺലോഡ് ചെയ്ത് അതിന്റെ താഴെ ഇതുപോലെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ വീഡിയോ ഫെയർ യൂസ് പെടുവോ? ഇല്ല. വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ക്രിയേറ്റീവായിട്ടൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ നിങ്ങൾ അത് കാണിച്ച് എന്തെങ്കിലുമൊക്കെ പറയുകയോ ഇടയ്ക്ക് ബീറോൾ ആഡ് ചെയ്യുകയോ ചെയ്താൽ ചിലപ്പോൾ ഫെയർ യൂസ് പെടാം. ഇനി പെട്ടില്ലേ സ്ട്രൈക്കും കിട്ടാം. കാരണം നിങ്ങൾ കോപ്പിറൈറ്റ് ഇടുന്ന ഏത് സാധനം എടുത്ത് റിയാക്ഷൻ നടത്തിയാലും അതിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വ്യക്തമായിട്ട് കാണാൻ പറ്റണം. ഇല്ലേ അത് ഫെയർ യൂസ് പെടില്ല. ഇനി നിങ്ങൾ ക്രിയേറ്റിവിറ്റി കാണിച്ച് കളിക്കുമ്പോൾ ഈ 5 കാര്യങ്ങളിൽ ഒന്നും പോലും ചെയ്യാൻ പാടില്ല. എങ്ങാനും ചെയ്താൽ നിങ്ങളുടെ വീഡിയോ ഫെയർ യൂസ് അല്ലാതാകും. അതിൽ ആദ്യത്തത്, നിങ്ങൾ ഫെയർ യൂസ് എന്ന് പറഞ്ഞ ആരുടെയും വീഡിയോ ചുമ്മാ കോപ്പി ചെയ്യുന്നതും റീ അപ്ലോഡ് ചെയ്യുന്നതുമാണ്. അതിന്റെ എക്സാമ്പിളാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ സൈഡിൽ ഇരുന്നിരിക്കുന്നത്. ഇനി 2, നിങ്ങൾ ആ വീഡിയോ മോണിറ്റൈസ് ആക്കാൻ നോക്കുന്നത്. അതെ, ആ വീഡിയോ ഫെയർ യൂസിൽ പെടണമെങ്കിൽ നിങ്ങൾ മോണിറ്റൈസേഷൻ ഡിസേബിൾ ചെയ്യേണ്ടി വരും. എന്നാൽ ഇത് കേട്ട് വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഫെയർ യൂസിലുള്ള വീഡിയോസ് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ആ ഒറിജിനൽ വീഡിയോയുടെ ഓണർ ആയിരിക്കുമെന്ന് മാത്രം. ഇനി 3, നിങ്ങൾ ആ വീഡിയോയുടെ ചെറിയ ഭാഗം ഉപയോഗിക്കാനുള്ളതിന് കൂടുതൽ ഭാഗം ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു വീഡിയോ അതിന് 10 മിനിറ്റ് ലെങ്ത് ഉണ്ട്, എന്നാൽ നിങ്ങൾ അതിന്റെ 4 സെക്കൻഡ് ഉപയോഗിക്കാനുള്ളതിന് 8 മിനിറ്റ് എടുത്ത് ഉപയോഗിച്ച്. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അതൊരിക്കലും ഫെയർ യൂസ് ആയിട്ട് കണക്കാക്കില്ല. പിന്നെ എത്ര സെക്കൻഡ് ഉപയോഗിച്ചാൽ ഫെയർ യൂസ് പെടും എന്നത് അവസാനം പറയാം. എന്നാൽ നിങ്ങളുടെ വീഡിയോയിലെ മെയിൻ ഫോക്കസ് ആ കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, അതൊരിക്കലും ഫെയർ യൂസ് ആയിട്ട് കൂട്ടില്ല. അതിന് ഞാൻ സൈഡിൽ ഇരുന്ന് ചിരിക്കുന്ന തന്നെ എക്സാമ്പിൾ. കാരണം അങ്ങനെ ഞാൻ സൈഡിൽ ഇരുന്ന ആ വീഡിയോയുടെ മെയിൻ ഫോക്കസ് ആ സ്ട്രൈക്ക് ഇടുന്ന ഷോർട്സ് ആയിട്ട് മാറും. ചില വ്യൂവേഴ്സ് ആണെങ്കിൽ സൈഡിൽ ഇരിക്കുന്ന ആളെ നോക്കത്ത പോലും ഇല്ല. ഇനി 5, നിങ്ങളിടുന്ന വീഡിയോ അതിന്റെ ഓണറിന് പൈസ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അത് ഫെയർ യൂസ് പെടില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ലോഗി സീസൺ 2 ലാസ്റ്റ് എപ്പിസോഡ് ഫുൾ ഡൗൺലോഡ് ചെയ്തു, എന്നിട്ട് ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചോ. ഇനി ഇങ്ങനെ ഞാൻ ചെയ്താൽ ആളുകൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ പ്രീമിയം പർച്ചേസ് ചെയ്ത് ലോക്കി കാണില്ല. കാരണം ഞാൻ എന്റെ വീഡിയോയിലെല്ലാം കാണിക്കുന്നതുകൊണ്ട് തന്നെ അവർ പ്രീമിയം എടുക്കാനുള്ള ചാൻസ് പറയും. സോ ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ പ്രോഫിറ്റിനെ ബാധിക്കാം. അതുകൊണ്ട് തന്നെ എന്റെ വീഡിയോ ഫെയർ യൂസ് പെടില്ല. പിന്നെ ഈ ലോക്കി സീസൺ 2 ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇതുപോലെ ഏത് മെറ്റീരിയൽ നിങ്ങൾ എടുത്താലും അതിന്റെ ഓണറിന് പണി കൊടുക്കുന്ന പോലെ എന്തെങ്കിലും ജഡ്ജിന് തോന്നിയാൽ നിങ്ങൾക്ക് പണി കിട്ടും. ഇനി നിങ്ങൾക്ക് ഫെയർ യൂസിനെ കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടാകും. അതിനത് ചോദിക്കാൻ വേണ്ടി ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. സോ ഫസ്റ്റ് ഡൗട്ട്, റീയൂസ്ഡ് കണ്ടന്റ് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുമോ? ഇത് ഫെയർ യൂസിലാക്കി എങ്ങനെ മോണിറ്റൈസ് ആക്കാം? ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഫെയർ യൂസും റീയൂസ്ഡ് കണ്ടന്റും ഒന്നല്ല. റീയൂസ്ഡ് കണ്ടന്റ് വേറെ, ഫെയർ യൂസ് വേറെ. കാരണം ഫെയർ യൂസ് ഒരു യൂട്യൂബ് പോളിസിയും റീയൂസ്ഡ് കണ്ടന്റ് യൂട്യൂബ് പോളിസിക്ക് എതിരുമാണ്. കൂടാതെ നിങ്ങൾക്ക് ഫെയർ യൂസ് കണ്ടന്റ് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഓണർ സമ്മതിക്കണം. ഇനി റീയൂസ്ഡ് കണ്ടന്റ് യൂട്യൂബ് പോളിസിക്ക് എതിരായിട്ട് തന്നെ അതുള്ള മോണിറ്റൈസേഷൻ ഡിസേബിൾ ചെയ്തേ ഉള്ളൂ. എന്ന് വെച്ചാൽ റീയൂസ്ഡ് കണ്ടന്റ് ഒരിക്കലും മോണിറ്റൈസ് ചെയ്യാൻ പറ്റില്ല, എന്നാൽ ഫെയർ യൂസിനെ മോണിറ്റൈസ് ചെയ്യാനും പറ്റും. ഇനി നിങ്ങൾക്ക് തോന്നും ഞാൻ ഡൗൺലോഡ് ചെയ്താലോ കുഴപ്പമുള്ളൂ, സ്ക്രീൻ റെക്കോർഡ് ചെയ്താലോ ക്യാമറ ഷൂട്ട് ചെയ്താലോ കുഴപ്പമില്ലല്ലോ എന്ന്. എന്നാൽ അതങ്ങനല്ല ബ്രോ. നിങ്ങൾ എങ്ങനെ എടുത്തിട്ടാലും അതിന് സ്ട്രൈക്ക് തരാൻ പറ്റും. കാരണം നിങ്ങളൊരു വീഡിയോ ഇടുമ്പം യൂട്യൂബ് ആ വീഡിയോ മൊത്തം സ്കാൻ ചെയ്ത് യൂട്യൂബിൽ മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോസുമായിട്ട് എന്തെങ്കിലുമൊക്കെ സാമ്യം ഉണ്ടോ എന്ന് നോക്കും. ഇനി എന്തെങ്കിലും സാമ്യമുള്ളതായിട്ട് യൂട്യൂബിന് തോന്നിയാൽ അതിന്റെ ഓണറിന് ഒരു നോട്ടിഫിക്കേഷൻ പോകും. ബാക്കി അറിയാലോ, അവർക്ക് വേണേൽ സ്ട്രൈക്ക് തരാൻ പറ്റും. എന്നാൽ എത്ര സെക്കൻഡുള്ള വീഡിയോസ് ഉപയോഗിച്ചാലാണ് ഫെയർ യൂസ് പെടുന്നത്? ഫെയർ യൂസ് ഒരു വീഡിയോയുടെ ഇത്ര സമയം ഉപയോഗിക്കാം, ഇത്ര സമയം ഉപയോഗിക്കരുത് എന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, 10 മിനിറ്റ് ഉള്ള ഒരു വീഡിയോയുടെ ആദ്യത്തെ 2 സെക്കൻഡ് മാത്രം നിങ്ങൾ ഉപയോഗിച്ചാലും, എന്തിന് 1 സെക്കൻഡ് മാത്രം ഉപയോഗിച്ചാലും അവർക്ക് ചിലപ്പോൾ സ്ട്രൈക്ക് തരാൻ പറ്റും. എന്നാൽ അറിഞ്ഞുകൊണ്ട് കൂടുതൽ ഭാഗം ഉപയോഗിക്കാതിരിക്കുക, അല്ലെ ചിലപ്പോൾ അവർക്ക് സ്ട്രൈക്ക് തരിക എന്നതല്ലാതെ വേറൊരു വഴി ഇല്ലാത്ത അവസ്ഥയാകും. ഫോർ എക്സാമ്പിൾ, ഞാനിട്ട് അഖിലെന്നാരുടെ ഈ വീഡിയോ അവർ കണ്ടായിരുന്നു, കൊള്ളാമെന്നും പറഞ്ഞു.
പക്ഷെ പുളിയായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, രക്ഷയില്ലാത്ത രീതിയിൽ നല്ലപോലെ നല്ല ഇഷ്ടപ്പെട്ടുണ്ട്. കണ്ട രീതി പറയുന്ന പ്രസന്റ് ചെയ്യുന്നാലും നല്ല പ്രൊഫഷണൽ രീതിയായിട്ട് എനിക്ക് തോന്നി. ഷോർട്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ സൗണ്ട് ആയാലും എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ മോശം പറയാൻ വേണ്ടി ഒന്നുമില്ല. അതാണ് നല്ല രീതിയിൽ ചെയ്താൽ താങ്കൾക്കും പുഷ്പിക്കാം. കൂടാതെ ഞാൻ ഈ വീഡിയോയിൽ അവരുടെ വീഡിയോസിൽ നിന്ന് 5-6 ക്ലിപ്പ് എടുത്തായിരുന്നു. അതായത് 5 സെക്കൻഡിൽ കുറവ് വെച്ച് ഒരു 6 ക്ലിപ്പ് എടുത്ത്. ഇവിടെ അത് അവർക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, എൻ്റെ വീഡിയോ കൊള്ളാവുന്നുണ്ട്, എനിക്ക് അവർ സ്ട്രൈക്ക് തന്നില്ല. എന്നാൽ ഞാൻ ഇതിന് പകരം അവരുടെ ഒരു 10 വീഡിയോ എടുത്താൽ എന്തുണ്ടാകും? അതായത് അവരുടെ ഒരു വീഡിയോയിൽ നിന്ന് 5 മിനിറ്റ് എടുക്കും. അങ്ങനെ 10 വീഡിയോയിൽ നിന്ന് ഞാൻ വലിയൊരു ഭാഗം എടുത്തായിരുന്നേ, എൻ്റെ വീഡിയോ എത്ര നല്ലതായാലും അവർക്ക് സ്ട്രൈക്ക് തരിക എന്നതല്ലാതെ വേറെ വഴി ഉണ്ടാകില്ല. എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് തന്നെ അവർക്ക് സ്ട്രൈക്ക് തരേണ്ടി വന്നില്ല. അങ്ങനെ ഞാൻ ഹാപ്പി, അവരും ഹാപ്പി. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ആരോടും ചെയ്യാതിരിക്കുക. ഇല്ലേ സ്ട്രൈക്ക് തരുന്നത് അവരുടെ തെറ്റല്ല. ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ എടുത്താൽ പോലെ എനിക്ക് സ്ട്രൈക്ക് കിട്ടത്തില്ലല്ലോ. ഇനി അതല്ലേ വീഡിയോയുടെ ആദ്യം ഇത് കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആണ്, ഇത് ഇന്നാളുടെ ആണെന്ന് പറഞ്ഞ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ക്രെഡിറ്റ് കൊടുത്താൽ എനിക്ക് സ്ട്രൈക്ക് കിട്ടത്തില്ലല്ലോ. ഇവിടെ നിങ്ങൾ എന്ത് തന്നെ എഴുതിയാലും ക്രെഡിറ്റ് കൊടുത്താലും അവർക്ക് സ്ട്രൈക്ക് തരണമെന്ന് തോന്നിയാൽ ഈസി ആയിട്ട് തരാൻ പറ്റും. എന്തെന്നാ നിങ്ങൾക്ക് സ്ട്രൈക്ക് തരുന്നത് യൂട്യൂബ് അല്ല, അതിന്റെ ഓണറാണ്. പക്ഷേ യൂട്യൂബിന് ചിലതൊക്കെ ചെയ്യാൻ പറ്റും, എന്നാൽ അതിനും ചില പരിധികളുണ്ടെന്ന് മാത്രം. അതായത് നിങ്ങൾക്ക് സ്ട്രൈക്ക് കിട്ടുമ്പോൾ അത് ഫെയറീസ് ആണ്, നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാം. ഇവിടെ ഓണർ അതിനെ അക്സെപ്റ്റ് ചെയ്താൽ യൂട്യൂബ് സ്ട്രൈക്ക് മാറ്റി നിങ്ങളുടെ വീഡിയോ പബ്ലിക് ആക്കും. എന്നാൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ സംഭവം യൂട്യൂബിന്റെ കയ്യിൽ നിന്നും പോകും, നിങ്ങൾ കോടതി പോകേണ്ടിയും വരും. അതാണ് യൂട്യൂബിന്റെ പരിധി. കാരണം നിങ്ങൾ എത്ര നല്ലപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താലും യൂട്യൂബ് പോലും ചെക്ക് ചെയ്ത് ഇത് ഫെയർ യൂസ് ആണ് എന്ന് പറഞ്ഞാലും ആ വർക്കിന്റെ ഓണർ പറഞ്ഞാൽ യൂട്യൂബിൽ സ്ട്രൈക്ക് വന്നേ പറ്റും. എന്നാൽ അത് ഫെയർ യൂസ് ആണോ അല്ലയോ തീരുമാനിക്കുന്നത് ജഡ്ജാണ്, യൂട്യൂബ് അല്ല. എന്ന് വെച്ചാൽ ഫെയർ യൂസ് വെച്ച് വീഡിയോ ഇട്ടാലും സ്ട്രൈക്ക് കിട്ടും. പക്ഷെ നിങ്ങളുടെ വീഡിയോ ഫെയർ യൂസ് ആണെന്ന് ഉറപ്പുണ്ട്, അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടാത്ത 5 കാര്യങ്ങൾ ചെയ്യാതെ ഇരുന്നാൽ നിങ്ങൾക്ക് കോടതി പോയാണെങ്കിൽ സ്ട്രൈക്ക് മാറ്റാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ കോടതി പോയി സ്ട്രൈക്ക് മാറ്റേണ്ട അവസ്ഥ ഉണ്ടാകുന്നത് ക്രിയേറ്റർ ഓണറും തമ്മിൽ ഒത്തുപോകാത്തപ്പോഴാണ്. പിന്നെ ഈ 5 കാര്യങ്ങൾ ചെയ്യാതിരുന്നാലും നിങ്ങളുടെ വീഡിയോ ചിലപ്പോൾ ഫെയർ യൂസിൽ പെടാതെ വരാം. കാരണം ജഡ്ജ് എല്ലാം നോക്കും, ചിലപ്പോൾ ഈ 5 കാര്യത്തിന് പുറത്തൊന്നും നോക്കും. അതുകൊണ്ട് നിങ്ങളുടെ പ്രോബ്ലം സീരിയസ് ആണ്, ഇത് മാറ്റേണ്ടത് അത്യാവശ്യമാണ്, ഒരു അഡ്വക്കേറ്റിന്റെ അഡ്വൈസ് തേടുക. എന്തെന്നാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം യൂട്യൂബ് പറഞ്ഞതും ഞാൻ നടത്തിയ റിസർച്ചിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. എന്നാൽ കോടതിയിൽ എങ്ങനെ നോക്കൂ എന്നൊരു ചെറിയ ഐഡിയ കിട്ടാൻ ഈ ശ്യാം സിംഗ് റോയ് എന്ന് പറയുന്ന സിനിമ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇത് ഫെയർ യൂസിനെ കുറിച്ചല്ല പറയുന്നതെങ്കിലും കോപ്പിറൈറ്റ് എങ്ങനെ വർക്ക് ആകുന്നതെന്ന് ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജഡ്ജിന്റെ ഓണറിന്റെ തീരുമാനം നിങ്ങളെ എങ്ങനെ ബാധിക്കും എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും, നിങ്ങൾ ആരുടെ വീഡിയോ അല്ല കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാലും അത് ഫെയർ യൂസ് ആണേ പോലും നിങ്ങൾ സുരക്ഷിതരല്ല. എന്ന് വെച്ചാൽ ഫെയർ യൂസ് എന്ന് പറയുന്ന ഒന്നും യൂട്യൂബിൽ ഇല്ലാന്നാണോ? ഒരിക്കലും അല്ല. എന്നാൽ അതിന് ചില പരിധികളുണ്ടെന്നാണ് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, ഞാനും മറ്റുള്ളവരുടെ വീഡിയോ ഈ 3 വീഡിയോസിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് സ്ട്രൈക്ക് കിട്ടാഞ്ഞത് ഫെയർ യൂസിൽ പെട്ടോണ്ടല്ല, അതിന്റെ ഓണേഴ്സ് തരാത്തോണ്ടാണ്. സോ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ മാത്രമേ ഇതേപോലത്തെ വീഡിയോസ് ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലാതെ ആവശ്യമില്ല സ്ട്രൈക്ക് വാങ്ങിച്ച് കൂട്ടല്ലേ. സോ ഈ വീഡിയോ ചുരുക്കി പറഞ്ഞാൽ ഒരു കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള എന്തും നിങ്ങൾ ഫെയർ യൂസിൽ പെടുന്ന രീതിയിലാക്കി എങ്ങനെ ഉപയോഗിച്ചാലും അതിന്റെ ഓണറിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രൈക്ക് തരാൻ പറ്റും. എന്നാൽ ഈ സ്ട്രൈക്ക് യൂട്യൂബ് വഴി മാറ്റാൻ നോക്കി നടന്നില്ലേ, നിങ്ങൾ പിന്നെ കോടതി പോകേണ്ടി വരും. ഈ വീഡിയോ കണ്ട് ഒന്നും മനസ്സിലാക്കാത്തവരോട് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾ ഒന്നുകൂടി കണ്ടു നോക്ക്. എന്നിട്ട് മനസ്സിലായില്ലേ ഈ വീഡിയോക്ക് ഡിസ്ലൈക്ക് അടിച്ചിട്ട് നിങ്ങൾ കമന്റ് ഇട്ടോ, ഞാൻ റിപ്ലൈ തരാം. പിന്നെ യൂട്യൂബ് ഫെയർ യൂസിനെ കുറിച്ച് പറയുന്ന ഈ വീഡിയോയെ ഞാൻ എന്റേതായ രീതിയിൽ റീക്രിയേറ്റ് ചെയ്തതാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ വീഡിയോ. എന്നാൽ അതിലും ഞാൻ പറയാഞ്ഞത് ക്ലൈമിൽ എങ്ങനെ ഫെയർ യൂസ് വർക്ക് ആകുന്നതെന്നാണ്. എന്നാൽ നിങ്ങൾക്കറിയാലോ ഇത്രയും തന്നെ ചിലരെയൊക്കെ കിളി വർത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ വേറെ വീഡിയോ ആക്കി ഇടാം. ഇനി ഈ കാണുന്ന വീഡിയോസിൽ ഏതെങ്കിലുമൊക്കെ തൊട്ടാ നിങ്ങൾക്ക് എൻ്റെ ചിലപ്പോൾ വീണ്ടും കേട്ടോണ്ടിരിക്കാം. സോ കേൾക്കണമെങ്കിൽ തൊട്ടോ.